എടാ 9ാം ക്ലാസ് വരെ CBSE പഠിച്ചിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നമ്മുടെ വീട്ടുകാര് ദാണ്ട് ഈ കേരള സിലബസ് സ്കൂളിൽ നമ്മളെ കൊണ്ട് ചേർത്തിരിക്കുന്നത്. അതിന് നമ്മൾ നല്ലപോലെ പഠിച്ചവരെ കാണിച്ചു കൊടുക്കണം. എടാ മോനെ ഓടാ പൂച്ചി മോനെ, നല്ല വൈബ് പിള്ളേര്. അപ്പൊ കാണാം. നല്ല ചിരി. എടാ വല്ല സെക്യൂരിറ്റി വല്ലതും ആയിരിക്കൂടാ. ഈ റോൾഡ് ഗോൾഡ് ഇട്ട സെക്യൂരിറ്റിയോ? എന്തേലും ആട്ടെ, ബാ നമുക്ക് പോവാ. എന്തായാലും സ്കൂളൊക്കെ പൊളിച്ചേട്ടോ. ഇതാറാ പുതിയ അഡ്മിഷൻ ആയിരിക്കും. ഞാൻ ഇവിടുത്തെ HM, പേര് അമ്പാൻ. ഒരു മണിമുത്തം കവിളിൽ പതിഞ്ചു. ഈ സ്കൂളിൽ ക്ലാസ്സിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ HM എന്നുള്ള രീതിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞിരിക്കണം. എന്തുവാ ചോദ്യം? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മാസ്? സാറേ അത് പിന്നെ അമ്പാലെ വിളിച്ചായിരുന്നു? അമ്പാലെ വിളിച്ചോന്ന്? ഇല്ലണ്ണ വിളിച്ചില്ലണ്ണ. പിള്ളേരോട് ഒരു ചോദ്യം ചോദിച്ചാ. അമ്പാലെ പിന്നെ മാസ് എന്ന് പറഞ്ഞു. മാസ് അണ്ണാ അത് ചോദ്യം ചോദിച്ചാ അങ്ങോട്ട്. അമ്പാലെ ശ്രദ്ധിക്കണം, പിള്ളേർക്ക് ഒന്നും അറിയാൻ വഴിയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം. ചോദിക്കും. ഞാനൊരു സിനിമാ പേര് ആക്ട് ചെയ്ത് കാണിക്കാം. ഏതാ പടം എന്ന് പറയണം. അമ്പാലെ പിള്ളേർക്ക് ബുദ്ധി പറയാണല്ലോ, ഒന്നുകൂടെ കാണിക്കാം. പറ. അമ്പാലെ മൂന്ന് സസ്പെൻഷൻ എടുത്ത് വെക്ക്. കിളികിലിക്കും അടിയപ്പേരെ കൂട്ടമണി ചട്ടം ചുവട്ടാ മുമ്പേ നേര് നിഴല്. ശ്രദ്ധിക്കും. ഒന്നുകൂടെ കാണിക്കും. വികടകുമാരൻ അവന്റെ അരി ഓരോടെ ഒറ്റോട്ട കാണിക്കും. ഒറ്റോട്ട കിന്നാരത്തുമ്പുകൾ ഡ്രൈവിംഗ് സ്കൂള് മാടമ്പി നേര് തുറപ്പ്. സസ്പെൻഷൻ മാത്രം പോലെ അമ്പാലെ അടിക്കണം. അങ്ങനെ ദേഷ്യം പറയുന്നു പെട്ടെന്ന് അടിച്ചു പൊട്ടിക്കാൻ പോലെ അടിക്കട്ടെ. അടിയാൻ പോലെ മണിക്കത്തം താഴെ. ബുദ്ധിയുള്ളമാരാ. സാറേ സാറിന്റെ ചേട്ടനായിരിക്കില്ലേ അത്? അത് രംഗണ്ണൻ. അല്ല അതാരാ? ആരാന്നോ? സ്കൂളിന്റെ ഓണറോ? മക്കളെ വാ ക്ലാസ്സിന് കയറ്, സാറെ കൊണ്ടുപോകട്ടെ. അത് തേച്ച് വൃത്തിയാക്ക്. സൈഡ്. ഹലോ, രംഗമ്മോനാണോ? അന്ന് രംഗമ്മോ ഹാപ്പിയാണോ? ഹാപ്പിയാണല്ലോ. ഓക്കേ. എടാ നമുക്ക് ഈ സ്കൂളിൽ അടിച്ചു പൊളിക്കണമെങ്കിൽ മാനേജറുമായിട്ട് കമ്പനി ആവണം. അങ്ങനെ കമ്പനി ആവാന്നപ്പോ നീയാ കുളവാക്കിയത്. എടാ അത് പിന്നെ ഒരു എടാ മോനെ ബോറടിച്ചോ? ചായ കുടിച്ചാലോ? വാ. അല്ല സാറ് സാറൊന്നും പറഞ്ഞില്ല. വാ ചെല്ലു മക്കളെ, ചെന്നിട്ട് ചുറ്റുമെന്ന സൂയ. അണ്ണൻ പണ്ട് 10ാം ക്ലാസ് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് 10ാം ക്ലാസ് എക്സാം പഠിച്ച് എഴുതി തോറ്റു തൊപ്പി ഇട്ട് എന്നിട്ട് ഈ സ്കൂളിങ് വാങ്ങിച്ച് എന്നിട്ട് ഇതിന്റെ ഓണറായി. അയ്യോ ഭയാനകം. അമ്പാലെ മറ്റേ കഥ. ശരിയാണ്. അണ്ണനെ തോപ്പിച്ച സാറിന് കുത്തി ആ ചോരയാണ് ഇവിടെ ഉള്ളത്. അണ്ണൻ വെള്ളപ്പൈൻ്റെ അടിച്ച് ഓക്കെ ആക്കി. സാറേ ഞങ്ങൾ എന്താ ക്ലാസ്സിൽ കയറിക്കോട്ടെ? നിങ്ങൾ എന്തിനു പോണം? നിങ്ങൾ അണ്ണന്റെ ഫ്രണ്ട്സ് നോട്ട് എഴുതാനുണ്ട്. നോട്ട് അണ്ണൻ എഴുതും. അണ്ണൻ എഴുതും. അമ്പാലെ ഞാൻ പറയും. അണ്ണൻ എഴുതും. അമ്പാലെ ശ്രദ്ധിക്കണം. എഴുതാറിയത്തില്ല. എടാ ക്ലാസ് തുടങ്ങിയിട്ട് 6-7 മാസമായി, ഇതുവരെ നേരെ വണ്ണം ഒരു ക്ലാസ്സിന് പോലും കേറിയിട്ടില്ല. അമ്പാലെ ഒന്നുമില്ല. കോഫി
മോനെ പെപ്പി പെപ്പി വാ. വാടക ക്ലാസ്സിൽ കയറാം. എടാ മോനെ എടാ ഇന്ന് 10ാം ക്ലാസ്സിന്റെ എക്സാം തുടങ്ങുക. ഇതുവരെ ഒരു ക്ലാസ്സിന് പോലും കയറിയിട്ടില്ല. എന്തോ പോയി എഴുതും, എങ്ങനെ പാസ്സാവും? എടാ രംഗണ്ണൻ എന്തെങ്കിലും വഴി കാണുമായിരിക്കൂടാ. എന്നിട്ട് രംഗണ്ണ എന്തിയേ? ഞാൻ പറഞ്ഞാൽ കയറും ഇങ്ങനെ കറങ്ങി നടക്കണ്ട. പരീക്ഷയ്ക്ക് കയറാൻ പഠിക്കാൻ നടയടാ. പിള്ളേരെ എക്സാമിന് കയറുവാ. നിങ്ങളുടെ എക്സാം റൂം ഇതല്ലയോ, എന്റേത് അപ്പുറത്താ. നിങ്ങൾ കയറിക്കോ, ഞാനും പോവാ. എടാ നമ്മുടെ ഫ്രണ്ട് ആരായിരിക്കും ഇവിടെ ഇരിക്കുന്നത്? ആർക്കറിയോ? എടാ രംഗണ്ണൻ എന്തേടാ? എനിക്കറിയാവോ. എടാ മോനെ എടാ അണ്ണൻ വന്ന് നമ്മൾ നീ രക്ഷപ്പെട്ട്. എല്ലാം സെറ്റല്ലേ? ഹാപ്പി അല്ലേ? അണ്ണനും എക്സാം എഴുതുന്നുണ്ടോ? കുറെ നാൾക്ക് ശേഷം എക്സാം എഴുതുന്ന ആഗ്രഹം ഇപ്പഴാ വന്നെ. എഴുതിയേക്കത് വിചാരിച്ചു പേപ്പറോട്. ഓണറിന് 2 ക്വസ്റ്റ്യൻ പേപ്പർ, ഓണർ അല്ലാത്തവന് 1. നിനക്കര. ഫുൾ ഉത്തരവുണ്ട്. സാറും നമ്മുടെ ആളാ. പോരെ? നമ്മള് രക്ഷപ്പെട്ടാ. അത് ഞാനങ്ങ് എഴുതാം, എന്നിട്ട് അമ്മമാർക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങേരാ തുണ്ട് വെച്ച് ഒറ്റയ്ക്കിരുന്ന് കത്തിച്ചെഴുതു പാടേക്ക. നമ്മളൊന്നും കാണിച്ചിരുന്നില്ല. നമ്മൾ തോക്കോടെ. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഇങ്ങനെ ചതിയനാ. ഞാനാണ് നിങ്ങളുടെ എക്സാം സ്ക്വാഡ്. ഇവിടെ ആരെങ്കിലും കോപ്പി അടിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി വന്നേ. തുണ്ട്, യു ആർ സസ്പെൻഡഡ്. നിന്റെ അമ്പാനും കുമ്പാനും ഒക്കെ വെളിയില്. ആ ചെറുക്ക ഒറ്റ എഴുതാൻ പറഞ്ഞു തന്നെ മാത്രം നിന്നെ പൊക്കാൻ പറ്റിയത്. എടാ മോനെ ചതിച്ചല്ലേ? ഇതുവരെയായിട്ടും കൂട്ടുകാരൊന്നും ഇല്ലാത്ത എനിക്ക് നീയൊക്കെ വന്നപ്പോ അണ്ണാ അണ്ണൻ കറിയും ഞാനും കറിയും. ഈ രംഗം കരഞ്ഞ് ഇതുവരെയായിട്ടും ആരും കണ്ടില്ല. നീയൊക്കെ അത് കാണിച്ച്. രക്ഷപ്പെട്ട്. നീയൊക്കെ പഠിച്ച് നന്നാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. ഇനി നീയൊക്കെ പഠിക്കുന്ന എനിക്കൊന്ന് കാണണം. അമ്പാലേ, ഇനി ഇങ്ങൊരു സ്കൂളും ഇല്ല, ഒന്നുമില്ല.